പ്രിയപ്പെട്ട ശ്രീ അഹമ്മദ് അമ്പലപ്പുഴ, ശ്രീ മയൂരി, പ്രിയപ്പെട്ട യൂത്തിൻ്റെ പ്രസിഡന്റ് മൻസൂർ, വനിതാ പ്രസിഡന്റ് സൂര്യലക്ഷ്മി, ജാഥ ക്യാപ്റ്റൻ സുരേഷ്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാണി സി കാപ്പൻ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് KDP, കേരള ഡെമോക്രാറ്റിക് പാർട്ടി. ഇന്ന് കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു കലാജാഥയുമായി വന്നതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ വാഹനം ഒന്ന് കടത്തിവിടണം, വാഹനങ്ങൾ പോകാൻ സമ്മതിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുന്ന നടപടികൾ ആരംഭിക്കുകയാണ്. ഈ പാലക്കാട് അതുകൊണ്ട് ജയിക്കേണ്ടത് ഏറ്റവും വലിയ രാഷ്ട്രീയ ആവശ്യമാണ്. ഇവിടെ 8 വർഷക്കാലമായി ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താകണമെങ്കിൽ, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താകണം. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു, GST കൊണ്ട് കച്ചവടക്കാർ പ്രയാസപ്പെടുന്നു, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ പാർട്ടിക്കാർക്ക് മാത്രമായി തൊഴിൽ കൊടുക്കുന്ന ഒരു ഭരണകൂടം, നാട്ടിൽ ഒരു വികസനവും നടക്കാത്തൊരു കാലഘട്ടം, വൻകിട വികസന പദ്ധതികളൊന്നും നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കാത്തൊരു ഭരണകൂടം, കേരളം ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് തകർന്ന് തരിപ്പണമായി മാറുന്നു. സാമ്പത്തികമായ ഏറ്റവും വലിയ തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാർ ജീവനക്കാർക്ക് ഉള്ള ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുന്നു. എന്തിനേറെ, നിങ്ങൾ ഈ കടക്കാരോടും ഓട്ടോറിക്ഷക്കാരോടും ഒക്കെ ചോദിക്കണം, അവരുടെ വരുമാനം പണ്ടുള്ളതിൻ്റെ പകുതിയായി കുറഞ്ഞിരിക്കുന്നു. കാരണം ആളുകളുടെ കയ്യിൽ പണമില്ല, ആളുകൾ യാത്ര ചെയ്യുന്നില്ല, സാധനങ്ങൾ വാങ്ങുന്നില്ല. കാരണം ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, DA കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് പറയും, സാറ് ഒരു കാര്യം ഇവിടെ പാലക്കാട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ്? നിർമ്മാണ തൊഴിലാളികൾക്ക് 12 മാസമായി പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറയാം, ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളുള്ള നാടാണ്. അപ്പോൾ ആരുടെ കയ്യിലും പണമില്ല. പിന്നെ ആരാണ് ഓട്ടോറിക്ഷ കയറുന്നത്? ആരാണ് കടയിൽ കയറി സാധനം വാങ്ങിക്കുന്നത്? ഇതുപോലെ കേരളത്തിലെ ജനങ്ങൾ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ടാകും. അഴിമതി മാത്രമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ടവർക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും? വിലക്കയറ്റം അതിരൂക്ഷമാണ്. രൂക്ഷമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് കേരളം നട്ടം തിരിയുമ്പോൾ അതിനൊന്നും പരിഹാരം കാണാൻ കഴിയാതെ നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ പണമില്ല, ജനങ്ങൾക്ക് പണം വിനിയോഗിക്കാനുള്ള അവസരമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ്. കൊലപാതകവും അക്രമങ്ങളും വ്യാപകമാകുന്നു, നാടിന്റെ സ്വൈര്യ ജീവിതം അസാധ്യമാകുന്നു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും അതാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ കുറയുമ്പോൾ പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. വൻ കൊള്ളലാഭം എടുക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും BJP ചെയ്യുന്നത് ആളുകളെ വർഗീയമായി ചേർന്നിലുണ്ടാക്കാൻ. ആ വർഗീയ ചേരലിന് എതിരായും കേരളത്തിൽ ദുർഭരണത്തിനെതിരായും KDP സംഘടിപ്പിക്കുന്ന ഈ കലാജാഥയ്ക്കും അതിൻ്റെ നേതാവ് മാണി സി കാപ്പനും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ
വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.